തന്നെ അതിന് മാണോ ബ്രോസ്റ്റ് ഇജ്ജ് തിന്നിട്ടില്ലേ ബ്രോസ്റ്റ്? എന്താ റാഷിദ ഈ ഫേസ് കാട്ടിയിരിക്കണത്? എങ്ങനെയുണ്ട്? അത് ഭയങ്കര രസേക്കണ്. ഇതിപ്പോ ഞാൻ കുഞ്ഞോളാണ് കുറച്ച് കഞ്ഞിയും പെട്ടു തറവാട്ടിന് ചോറില്ലെങ്കിലോ കഞ്ഞിയും പെട്ടിക്കണ് കുട്ടിയാക്ക് മാത്രം. സത്യം പറഞ്ഞപ്പോ ഇവിടുത്തന്നെ ഹലോ ഗായ്സ്, അങ്ങനെ ഗായ്സ് കാലങ്ങൾക്ക് ശേഷം അൻഷിഫ് മുനിക്കൽ യൂട്യൂബിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഏകദേശം നമ്മൾ 2 കൊല്ലമായി വ്ലോഗ് ഇട്ടിട്ട് അല്ലേ സോനു എന്ന് ഞാൻ പറയും. പക്ഷെ ഞാൻ നുണച്ചാണ്, ഞാൻ ഇന്നലെ കൂടി ഇട്ടു. അപ്പം നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ലൈവ് സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ ഗായ്സ്? നിങ്ങൾ ലൈവ് സെറ്റപ്പ് ഒക്കെ ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ ഒരു കോട്ടയാട് അതിനുണ്ടായിരുന്നത് ഇങ്ങനെ താന്നുകൊണ്ട് ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ ആ ചെടിയൊക്കെ പറിച്ചിട്ടാണ് അവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കോലത്തിലാക്കി സോനോ. ഓർമ്മല്ലേ? ഒരു സ്പോഞ്ചൊക്കെ വെച്ചാണ്ട് ഇപ്പൊ നമ്മൾ അതും ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഞാൻ കൂളി ഗ്ലാസ് ഒക്കെ ഇട്ടോ സോനോ. എടിന്റെ ഇതില്ലാത്ത ഗ്ലാസ് എവിടെ? അങ്ങനെ കാര്യം നമ്മളിവിടെ എന്ത് ചെയ്തു അറിയോ? ഇവിടെ ഇപ്പൊ നമ്മൾ ടൈല് വെച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് എന്താ മണ്ണൊക്കെ ഇട്ട് പൊന്തിച്ച് ടൈലിട്ടാണ് ഫില്ലാക്കിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഒരു ക്യാമറ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടു ലൈവ് തുടങ്ങാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ലൈവ് എന്താടാ മാടിപ്പൊന്നിച്ചിട്ടൊക്കെ കാണണേ? ഇബ്രാഹിമേ ഗൈസ്, ഇബ്രാഹിം നോക്കാണ് കണ്ണ് കണ്ട പെണ്ണുങ്ങള് പാവാട പൊന്തിക്കണതൊക്കെ കാണണേ. എന്താടാ തീരെ കൾച്ചറില്ല എനിക്ക്. ഞാൻ കണ്ടു കാട്ടിയേ ഇതേതല്ല പെട്ട്. അതെ അങ്ങനെയാണ്. എന്താ കല്യാണം കഴിച്ചുമ്പോ എന്ത് സീറ്റിലൊക്കെ ഇരിക്കുമ്പോ പൊന്താക്കാൻ അങ്ങനെയാണ്. അതിനുള്ള ലൈഫ് ഹാക്കാണ് അല്ലേ? എന്നിട്ട് എനിക്ക് മാറ്റിക്കൂടി എന്നാ? അത് റിമോട്ട് ഇപ്പൊ വർക്ക് ചെയ്യണില്ലേ? ഇപ്പൊ ഇങ്ങനെ മുട്ടിപ്പോ പാവാണ്. അത് മറ്റേ ഇതുണ്ടല്ലോ വലിയ പെണ്ണുങ്ങളാര് ഇടുന്ന ഡ്രസ്സ്, അതിങ്ങനെ ഇതിൽ പൊന്തിയപ്പോളേ. അപ്പൊ ഗൈസ് നമ്മളെ വീട്ടിൽ പല ആളുകളും ചോദിക്കും അസർക്ക് എന്തുകൊണ്ടാണ് ചായക്കടി ഇല്ലാത്തതെന്നുള്ളത്. അസർക്ക് ചായക്കടി ഇല്ലാത്തതിന്റെ മെയിൻ കാരണം, ഇവിടെ ഒരാൾ വന്നാൽ ഇല്ലാത്തതിന്റെ കാരണം ഇതാണ്. ഇവര് വന്നാ ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ല. അങ്ങനെ സ്റ്റോർ റൂം ഫുള്ള് അതിന്റെ മെയിൻ ഘടകം ഇതാകണേ മാക്സിപ്പങ്ങൾ. ഇതൊന്ന് കാണിച്ചു കൊടുത്തതോ? ഇത് എന്താ എക്സ്പയർ ആയ സാധനം ഇന്നലെ കൊണ്ടുവന്നാ അത്. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ട് കൊണ്ടുവന്നതാണ്. തെളിയിച്ചിട്ട് വേണം കാക്കൂനെ തിന്നാന്, കുടുംബക്കാർക്ക് കൊടുത്തിട്ട് മതം വളകിയ മാതിരി പാഞ്ഞേരി കുട്ടിയാക്കേ ടൈഗർ ബിസ്ക്കറ്റോ? യായിനൊക്കെ എത്ര ഫാൻസോ. അല്ല ഞാൻ ഈ സാധനമൊക്കെ വാങ്ങിട്ട് പിന്നോള് ബിസ്ക്കറ്റും ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ അതെല്ലാം ബിസ്ക്കറ്റ് നീക്കണു. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ബിസ്ക്കറ്റ് ഇത് നല്ല വിലയുള്ള സാധനം. അത് പൈസക്കാരോടുണ്ടാണ് സാധനം. അതെ പൈസക്കാരോട് എന്തേ ഒക്കെ കൊടുത്ത് അങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കാൻ പാടില്ല. മധുരം കൂടുതലാണ് ഇവിടുത്തെ നിവൃത്തികേട്. അതാണ് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. മധുരം നല്ലത് കിട്ടണെങ്കിലേ ബിസ്ക്കറ്റ് കൊടുക്കണം. കുഞ്ഞുണ്ണിന്റെ ഒപ്പീനിയൻ അല്ല പറഞ്ഞായി കേട്ടോ. എനക്ക് വേണ്ട കുട്ടികൾക്കൊന്നും ഇവിടെ നല്ല കിട്ടില്ലല്ലോ അല്ലേ? ഇവിടെ വലിയൊരു നല്ലത് കിട്ടുന്നതൊക്കെ നല്ലതാ. കിട്ടിയതും നല്ലത് നല്ലതാണ്. ഒരു പേരിൽ ഒന്ന് നല്ലത് മതി. ഒരു പേരിൽ ഒന്ന് നല്ലത് ഇതുണ്ടല്ലോ നല്ലത്. അതല്ല ഇപ്പൊ കിട്ടിയതും നല്ലതാണ്, കിട്ടാനുള്ളത് നല്ലതാണ്, കിട്ടണതും നല്ലതാണ്. അപ്പൊ ഇജ്ജ് അങ്ങനത്തെ വർത്താനൊന്നും പറയല്ലേ. എനക്ക് ഇന്ന് ഇവര് പോകും, ആവേശം കുറയും, പിന്നെ ഇനി ഞാനേ ഉണ്ടാവുള്ളൂ. ഞാൻ അതിനെ പറഞ്ഞത് ഇനി ബലാലാളെ ഇവിടുന്ന് ആട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. ഇവര് വന്നാലേ പ്രശ്നം എന്താ അറിയോ? ഓല് വരിക ആ ഫുള്ള് എടുത്ത് തിന്നോളി, ഓരോന്നും എടുത്താൽ മതി.
കുട്ടികളല്ലേ കുഞ്ഞോളെ കുട്ടികളല്ലേ കുട്ടികളല്ലേ ബിസ്ക്കറ്റ് അല്ലേ എന്തായാലും അതിമ്മ എത്ര വരാന്നില്ലേ അത് സ്നാക്സിന് എടുത്തച്ചളാ അത് പൊലത്തണ്ട ബിസ്ക്കറ്റ് അല്ലേ കുട്ടികളല്ലേ നിങ്ങള് അതാ ഞാൻ പറഞ്ഞേ കുട്ടികളല്ലേ നിങ്ങള് ഒക്കെ പാടെ തിന്നാന്നില്ല ഞാൻ ടീഷർട്ടാണ് അണ്ണാക്കിലെറ്റാത് കാട്ടിക്കൊന്ന കുട്ടികളല്ലേ 3 ഉണ്ടായി ഒന്നുകൊണ്ട് ശീലൂന് കിട്ടിയോ ബിസ്ക്കറ്റ് നീ ചാ കഴിഞ്ഞിക്കണോ കഴിഞ്ഞു നാളെ തരം കഴിഞ്ഞു ആക്കണ ജിബ്രാനും വേടെ കൊടുത്താ ഇതേ ഓരോന്നെടുക്കണ്ട നിങ്ങൾ തിന്നൂല ആദ്യം അത് തിന്നിട്ട് വരും അപ്പൊ ഇവിടെ ഉണ്ടാവും ബിസ്ക്കറ്റ് തിന്നിട്ട് ഒന്ന് മുയ്യെടുത്തിക്കണേ ഒരു പൊട്ടെടുത്തോക്കാ ഇത് തിന്നൂല കേട്ടോ അതിനാവും കടിച്ചില്ലേ അപ്പൊ അതും പൊട്ടായില്ലേ അതിനെന്താരോ ഇതൊക്കെ കട്ട് ചെയ്താണ് വേണം തീക്ക് പ്ലേറ്റ് കറക്കാൻ മനസ്സിലായോ അതാ വെറുതെ മണ്ടിച്ചെന്നാണ്ട് എല്ലാം പാടണ്ട് ഇറക്കരുത് ഫാദർ ഏരിയാസ് ജാക്കി വന്നിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോ അവൻ പൊട്ടിച്ചു അല്ലേ അപ്പൊ പൊട്ടിച്ചാനല്ലേ നിങ്ങള് പറഞ്ഞേ ഇതൊക്കെ എന്റെ മക ഇവിടെ ഇട്ട് വെക്കുന്നത് കട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ ചെറബേ അവൻ പൊട്ടിച്ചു ചില പൊട്ടിച്ചോ പറഞ്ഞേ അങ്ങനെ പൊട്ടിച്ചാനല്ല പൊട്ടിച്ചത് 2 മുറിച്ചാൽ തന്നെ എല്ലാവർക്കും ആയി പിന്നെ ബാക്കിയിലാണ് എടുത്തത് പിന്നെ ബാക്കിയില് വേറെ വിരുന്നാരെ വരുമ്പോ എടുത്തൂടെ അടുത്ത ഞങ്ങൾ പ്ലാനിങ് എന്താ അറിയോ വേണ്ട ആണീ പറയണ്ട ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലറാണ് അപ്പോൾ ഓളെ മാനസികപരമായി ഞങ്ങൾ ഇങ്ങനെ മുന്നേറ്റം വരുത്താനാണ് അൻസിത ബ്യൂട്ടീഷ്യന്റെ കാര്യത്തിൽ ഓളെങ്ങനെ തരിപ്പിക്കയറ്റും അപ്പൊ എപ്പോഴും എന്തും ഓളരുത്ത് ആ ഒരു എന്താ വൈവിധ്യം പ്രതീക്ഷിക്കണം അല്ലെ മാറ്റങ്ങൾ ചേഞ്ചസ് ഓളെ ലൈഫിൽ വരുന്ന അത് അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും ഓളെ കാര്യത്തിലും ഇന്റെ കാര്യത്തിലൊക്കെ ഞാനൊരു 10,000 വട്ടം പറഞ്ഞേ ഇവരാരും എൻ്റെ ഒപ്പം ജീവിക്കാനൊപ്പം ഉണ്ടാവൂല ഈ പുളിച്ചുമ്മ കയറ്റണ ആരും ഉണ്ടാവൂല ഞാനും ഉണ്ടാവില്ല അത് ഓള് ഞാൻ ഉണ്ടാവൂല എന്ന് ഓള് പറഞ്ഞു അല്ലേ ഞങ്ങളും ഉണ്ടാവില്ല ആ അപ്പൊ നല്ലപോലെ ഒറ്റക്ക് ജീവിച്ചു പഠിച്ചോ പഠിച്ചു തന്നെയാണ് അതുപോലെ ഞാൻ പഠിപ്പിച്ചാണ് എങ്ങനെ ഒറ്റക്ക് ജീവിക്കാം അവർ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ കേക്ക് ഇതാക്കി ആക്കണ ഇവിടെ കേക്ക് ആക്കണ ഇവിടെ എന്നാ യാവുദന ആക്കണ ഇവിടെ എന്താണ് അപ്പൊ ഒന്ന് കേക്ക് വലിച്ച് എന്നാ ആ ബിസ്ക്കറ്റ് ജിബ്രാനെ ആൻ്റെ ഒരു ബിസ്ക്കറ്റ് അടിക്കാം അബ്രൂര് പൊട്ടിച്ചാത്ത കൊടുക്കട്ടെ ജഗ് എടുക്കാം അതിന് അതിൻ്റെ ആണ് അത് പ്രശ്നമാവും എന്നാ ഇപ്പൊ ആദ്യം ഒന്ന് തിന്നു കേട്ടോ എന്നിട്ടല്ലേ രണ്ടാമത്തെ ഞാൻ അവൻ്റെ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്താ അത് തിന്നാ പോത്തിന് ഒരാൾ തന്നെ നിലത്ത് ചാടി അപ്പുറത്ത് തിന്നോണ്ടിട്ടോ പിന്നെ ഈ ഓവറോടെ കൊഞ്ചാ നിന്നാലേ മേത്തിയാൻ വരുത്താക്കൂട്ടോ എന്താ എനിക്ക് ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് കൊടുത്താല് പേടിപ്പിച്ചേട്ടാ കൈ ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ പിന്നെ ഇഞ്ച കുപ്പായിട്ടേ നടക്കുള്ളൂ ഓൻ അതൊരു രസാ ഓന് ആ പള്ളിയിൽ അച്ഛന്മാര് ജുബട്ട മാതിരി ജുബായ തന്നെ ഞാൻ വേറൊരാളെ എന്ത് കുഞ്ഞോളെ ഇടയിൽ അത് കണ്ടാ അതൊക്കെ അറിയില്ല അതിന്റെ പ്രിന്റാ അത് കരിമ്പ കുത്തിയാളേ അത് ഇവിടെ തിരുമ്പായിട്ട് കരിമ്പ കുത്തിയാ കരിമ്പ കുത്തിയത് കരിമ്പ മനൊക്കെ കേക്കണ്ട ഞാൻ എപ്പോഴാണ് എന്റെ ടീഷർട്ട് കുത്തിയാല് അല്ല എന്തെന്നിട്ട് ഇന്നത്തെ പരിപാടി എന്താണ് ആ കാലിൽ കിട്ടൂട്ടോ ഇറങ്ങിപ്പോയിക്കാ ഇറങ്ങിപ്പോ ഇറങ്ങി ഭക്ഷണം കഴിക്കണ ടേബിൾ കയറരുതെന്ന് ഞാൻ 10,000 വട്ടം പറഞ്ഞു ഇറങ്ങ് വേഗം ഇറങ്ങി കൊന്തിടണ്ടെങ്കിൽ
എന്താണ് എന്തായാലും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മള് നാളെ അല്ലേ പോണേ? ഇന്നല്ല നാളെ ഇന്നത്തെ അല്ലേ പ്ലാൻ? ഇന്നത്തെ കാര്യം ഇന്ന് ചോറ് ഞാൻ ചിക്കൻ കൊണ്ടുവരാം. ചിക്കൻ നമുക്ക് ഇന്ന് രാത്രി എല്ലാ ദിവസവും ഉണ്ടല്ലോ ഈ തെണ്ടല് നടക്കൂല റാഷിദ്. എനിക്ക് ഏതാ വേണ്ടേ? നാളെയാണോ പോണ്ടേ? ഇന്ന് സദ്യ കഴിക്കാനാണോ പോണ്ടേ? സദ്യേ ഈ കാക്കുനോട് പറഞ്ഞു എന്ന് വെച്ച് ഇവിടെ പണിയെടുക്കണില്ല, എന്ന് എന്നെ ഞാൻ സദ്യ അതെപ്പോഴാ പറഞ്ഞേ? ഫ്രീ ആയി നടന്നു. ഒക്കെ ഉണ്ട് സദ്യ പോയി കഴിച്ചു. മനസ്സിലാക്കുക സ്നേഹം നോക്ക്. സദ്യ മാനസികപരമായ ഒരു ആയാസം ഉണ്ടാവും. വണ്ടൂരേ വായന്റലിയിൽ സദ്യ കൊടുക്കുന്നുണ്ട്. കഴിച്ചാ തിന്നാ മതി. വായന്റലിയിൽ സദ്യ ഞങ്ങളെ എസ് പേപ്പറിലേ അത് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പൂജകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിറവേറ്റാൻ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിറവേറ്റി കൊടുക്കട്ടോ സദ്യന്റെതാ. സദ്യന്റെ ഞാനതല്ല, എനിക്ക് ഓളെ കൊണ്ടുപോകാൻ കഴിയും. ഞാൻ പിന്നെ നിങ്ങൾ എല്ലാരും ഉണ്ടെങ്കിൽ അതിലാറല്ല ചിക്കൻ വാങ്ങിയാണ് ഇവിടുന്ന് ഫുഡ് കഴിച്ചാ പോരെ. അതിലാരം വെച്ച അങ്ങനെയല്ല, കുട്ടികളെ നോക്കുക. ഞങ്ങൾക്ക് സദ്യ ബിരിയാണി കൊണ്ടുവരല്ല, ഒരു സദ്യക്ക് 150 ഉറുപ്പിക കൊടുക്കണം. നല്ലൊരു സദ്യക്ക് നമ്മൾ ഇത്ര ആൾക്കാർ എത്ര ആളായി? ഒരു 10 ആള് കൂട്ടുക 1500 ഉറുപ്പിയായി. അതുകൊണ്ട് ചിക്കൻ കൊടുത്താല് എന്തൊക്കെ കാട്ടാലേ? അതിലിപ്പോ ആലോചിച്ചത് അതല്ലൊരു കോമഡി. ഇന്നലെ ഞങ്ങൾ പുന്നക്കാട് പോയി. അപ്പൊ ഓലൊരു മൂത്താപ്പ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പൊ മൂത്താപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ. അപ്പൊ ഇനായ എന്തോ ഒരു കുയിന്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടുത്തെ കുഞ്ഞാത്ത പറഞ്ഞു ഇവിടുത്തെ മൂത്താപ്പാന്റെ മൈര്യാക്കാരം അതിന് ഭയങ്കര ദേഷ്യമാണല്ലോ. അപ്പൊ എങ്ങനെ ചോദിച്ചേ? അപ്പൊ ഇത് മത്തന്റെ മത്തം കുഴിച്ചിട്ടോലോ, അതിൽ ഇല ഉണ്ടായപ്പോ ജിഞ്ച തൊള്ളിക്കൊണ്ടിരുന്നത് അതിന് എന്താട്ടെ മത്തന്റെ ഇല. ഇതിന് താറാവിനെ വളർത്തുന്നോലെ ഒരു വൈക്ക് പാടം നോക്കുന്നുണ്ട്, താറാവാൾ ഒരു വൈക്കുണ്ട്. അതിന് താറാവ് ഉണ്ടായപ്പോ തന്നെ മത്തന്റെ ഇല കടിച്ചു വന്നുകാണ്ട് 12 താറാവുട്ടികളുടെ ഇനിയോലോ. അതിന് മത്തന്റെ ഇല നിന്നിട്ട് ഇയാൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനാകാതെ ഇയാൾ എന്താട്ടി വന്നോ ചുറ്റിക്കെടുത്ത് ആദ്യം ഒരു കുജ്ജുത്തിയിട്ട് ചുറ്റിക്ക് കൊണ്ടുപോയിങ്ങാണ്ട് താറാവാൾ അടിച്ചു കൊന്നോലോ. ഒക്കത്തിന് തലക്കടിച്ചു കൊന്നോലോ. ഇതിനാ കുജ്ജുത്തി കേട്ടു. കുഞ്ഞുമണ്ണേട്ടോ ലാസ്റ്റ് ഒരു താറാവുട്ടി ഇങ്ങനെ നോക്കുന്നതിന് അതിനെ 2 അടി അടിച്ചങ്ങാണ്ട് മണ്ണാൻ ഇട്ടു പോകുന്ന പറഞ്ഞു. അപ്പൊ നമ്മളമ്മത് കേട്ടുങ്ങാണ്ട് നോക്ക ഓ പാവല്ലേ നിക്ക. അപ്പൊ ഞങ്ങളാണ് ഉമ്മ സാല ഓരോരുത്തരെ ദേഷ്യല്ലേ അങ്ങനെ എങ്ങനെയാണോ. അപ്പൊ ഉമ്മാരെ അയാൾ എത്തിനാ കുഴിച്ചിട്ടത്? അയാൾക്ക് ആ താറാവുട്ടികൾ അറുത്ത് തിന്നൂടേനോ? ഓരോന്നിനും ഓരോ ദിവസം അറുത്തൂടേനോ? എന്താണ് നാളെ ഒരു ദേഷ്യം. അപ്പൊ ഞങ്ങൾ സത്യം പറയാണെങ്കിലേ ഭയങ്കര ഇതിലാട്ടോ സങ്കടപ്പെട്ടു എന്നുള്ള ഇതിൽ കുത്തിർക്കുകയാണ്. നമ്മളൊക്കെ താറാവുട്ടികൾക്കൊന്നും പറഞ്ഞപ്പോ ഞമ്മക്കൊക്കെ സാധാരണ. പക്ഷെ ഇമ്മ പറയാ ഇതാണ് സംഭവം. എന്ത് അർത്ഥ തിന്നൂടേനോ? അർത്ഥ തിന്നൂടേനോ? എത്തിനാണ് അതിനെ കുഴിച്ചിട്ടത് കൊന്നുകാണ്ട്. ഇമ്മ അതിന് പണ്ടെന്നെ ഇമ്മ ഇപ്പ കേറണാല് അങ്ങനത്തെ ഒരു വൈബ. ഞാൻ പണ്ട് അക്വോറിയത്തിൽ എനിക്ക് ഓർമ്മല്ലേ, ഞാൻ തറവാട്ടിൽ വലിയൊരു അക്വോറിയം ഉണ്ടേനിയല്ലോ. അതില് ഞാനൊരു ആമനെ കൊണ്ടുവന്നിട്ടീനി. എന്നിട്ട് ആമ എന്താ ചെയ്തിക്കണേ? ആമ ഇവര് ഈ ഓണായതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയ അക്വോറിയത്തില് നമ്മളൊരു പെരയിൽ ഒരു അക്വോറിയം, ഗൾഫിൽ അക്വോറിയം. അപ്പൊ മീനുകളൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം കുറെ മീനുകൾ കുറിജീവനായി. പിന്നെ മീനുകളൊക്കെ ചാകാൻ തുടങ്ങി. കാരണം അതിന്റെ എയർ സർക്കിൾ ഇമ്മ അപ്പൊ എന്താ രാത്രി കാട്ടണമെന്ന് വെച്ചാൽ ഇമ്മ കറണ്ട് ബില്ലാവും പറയാണ്ട് രാത്രി, അതായത് ഈ ലൈറ്റും എയർ സർക്കുലേഷനും ഒരേ ഇതുമെന്നാ വരുന്നത് കറണ്ട്. അപ്പൊ ഉമ്മ രാത്രി ഇവിടെ ആരും കാണാനല്ലോ അറിയാണ്ട് ഓഫ് ആക്കിയിടും രാത്രി പോകുമ്പോ. ഈ സാധനം മീങ്ങൾക്ക് വായു കിട്ടാന് കൊടുക്കണ സാധനം ഉമ്മ ഓഫ് ആക്കിയിട്ടാണ്ട് തോട്ടിലൊക്കെ ഇപ്പൊ ഇത് ഉണ്ടായിട്ടല്ലേ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ചൂടായപ്പോ അമ്മ പറയാം ആ തോട്ടിലും പുഴയിലൊക്കെ ഇതിങ്ങനെ വെച്ചുകൊടുക്കല എല്ലാവരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. മീനുകളൊക്കെ അങ്ങനെ മീനുകൾ പിറ്റേന്നൊക്കെ ഫുള്ള് ചത്തു. പിന്നെ ഞാൻ ലാസ്റ്റ് അതിൽ മത്തി ഇതൊക്കെ കഴിക്കണേ. ആര് ഈ ഇവിടുന്ന് കിട്ടണ പുഴയിൽ നിന്ന് കിട്ടണ വലിയ മീൻ, ആരല്, നീർക്കോലി, ബ്രാല്, ആമ അങ്ങനെ കഴിക്കണ അക്വോറിയത്തില്. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് 2ാമത് വന്നപ്പോഴത്തേന് കേട്ടോ. കാരണം അവൾക്ക് അക്വോറിയം ഇപ്പൊ വളർത്താണ്. ഓളിപ്പോ കിണറ്റത്തെ ഗപ്പിനെ അതിൽ വളർത്താണ്. ഓളെ കിണറ്റില് കുറെ അങ്ങനെയല്ല, ഓള് അക്വോറിയത്തിൽ വളർത്ത ഗപ്പിനെ ഇപ്പോൾ കിണറ്റിൽ വളർത്തണം. നേരെ തിരിച്ചിട്ടാണ് കിട്ടീന്റെ ഗപ്പിനെ ഓളിപ്പോ ഓളെ കിണറ്റില വളർത്തണേ. ആര് പോയി വിസിറ്റ് ചെയ്താലും അവിടെ നിന്ന് ഗപ്പി കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ കിണറിൽ ഗപ്പിന്ന് അറിയാം. ഇതേ ആമന്റെ സ്ഥിതി എന്താ വെച്ചാല് ആമനെ ഇട്ടുകാണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് പോയി വന്നപ്പോഴുള്ള അവസ്ഥ കേട്ടോ. വലിയ ഇതേമാതിരി പൊയ്ത്ത മീനും ആമി, നീർക്കോലി അതിലാണ് നിഷുബലൊക്കെ ചൂണ്ടലിടുന്നത്. നിഷുവും സിദ്ധൊക്കെ കാണാൻ രാവിലെ അതിൽ ചൂണ്ടലിട്ട് തീർക്കണേ.
അതിലത്തെ മീനിനെ പിടിച്ചാല് ഡെയിലി അതിന് ഇങ്ങനെ പിടിച്ചാണ്ട് അതിലാണ് ആമന്റെ കൊല്ലിയില് മുള്ള ഒടുങ്ങി മുള്ളല്ല കൊക്ക എന്നിട്ട് ആമ ഇങ്ങനെ നൊലോളിച്ച ആമ നൊലോളിച്ചു ആമ നൊലോളിച്ചപ്പോ ഇബ്രാഹിമ ആമ കണ്ണില് വെള്ളം നിറച്ചു നൊലോളിച്ച ആ വെള്ളത്തില് അടി കൂടെ കോമഡി ആയിട്ട് തോന്നുന്നില്ല. ഏത് ആമ നൊലോളിച്ചതോ? ആമ വെള്ളത്തിലിരുന്ന് കണ്ണിന്ന് വെള്ളം ധാരധാരയായി ഒഴുകുക. അക്കൂരത്തിൽ വെള്ളം കൂടി അതിന് ആമന്റെ സങ്കടം കണ്ടിട്ട് ഉമ്മാക്ക് ഇത് കണ്ടിട്ട് കണ്ണില് വെള്ളം നിറക്കണ കണ്ടിട്ടേ, അതായത് ആമ ഇങ്ങനെ നൊലോളിച്ചല്ലേ, അതിന്റെ ഇടങ്ങേറ് കണ്ടിട്ട് ഉമ്മാക്ക് ഇതെങ്ങനെ അറുത്ത് തിന്നണം. അതല്ലാതെ ആമ ചാകും ആമ കുടുങ്ങിയിട്ടൊന്നല്ല. ഉമ്മ ആമർച്ചിന്നാ വിള്ളിച്ചക്ക് മരുന്നാണ് ഇറങ്ങി ഉത്തിരിക്കുക. അപ്പോഴാണ് ഇപ്പൊ എന്റെ ഊഞ്ഞാലയിൽ കൊടുക്കുന്നത്. ഊഞ്ഞാലല്ല, ചൂണ്ടലിന്റെ കുറ്റി. അപ്പൊ അതാണ് ഉമ്മാന്റെ മൈൻഡ്. മനസ്സിലായോ? അതെ, കൊന്ന പാവം തിന്ന് തീർക്കുന്ന ആളാണ് ഉമ്മ. അതായത് തിന്നാണ് അങ്ങനത്തെ തീറ്റ തിന്ന. ആ ജന്തുവിന് വരെ തോന്നു ചാകണ്ടിനി. എന്ത് ഇത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടേ വിള്ളലിന് നല്ലതാണെന്ന് പറഞ്ഞാണ്ടേ തവളർച്ച എന്ന ഓർമ്മ ഉണ്ട്. എല്ലാവർക്കും തന്നിട്ട് മേലത്തെ കുഞ്ഞുമല്ല ഞാനൊക്കെ കട്ടുന്നൊക്കെ എല്ലാവർക്കും വെച്ചെന്നു. ലാസ്റ്റ് വിള്ളലല്ല മാറിയത്, വെള്ളപ്പാണ്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് അതിന്റെ എല്ല് കഴിച്ചാല് അത് നമ്മളെ കുളത്തുനിന്ന് തവളാച്ചിനെ പിടിച്ചു മേലത്തെ കുന്നുമത്ത തവളാച്ചിന്റെ ഇറച്ചി എന്താട്ടി നല്ല ഇത്ര ഉള്ളൂ കുഞ്ഞു കുഞ്ഞു കുറകുണ്ടാവും. ഈ കുഞ്ഞു കുഞ്ഞു കുറക്, ആ കുറകും കൊണ്ട് പിന്നെ മാട്ടക്കുളത്തെ പെരയിന്ന് കൊടുത്തയച്ചൊക്കെ ചെറിയൊരു പാത്രത്തില്, എന്നിട്ട് അത് കൊടുത്തയച്ചിട്ട് കുഞ്ഞിമ്മ മാത്രം തിന്നാ മതി പറഞ്ഞങ്ങാണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇത് കൊക്കർച്ചയാണ് പറഞ്ഞങ്ങാണ്ട് ഇതിന് മുടിയും പനിയും കൂടാണ്. ഞങ്ങളെ ഈ ഇളക്കം കണ്ടുകാണ്ട് അവിടുന്ന് അപ്പുറത്തെ ചങ്ങായി പറഞ്ഞേ തിന്നണീന് കുഴപ്പമില്ല, എന്റെ എല്ലും എടുത്തിട്ട് പറഞ്ഞു. എല്ലുന്നാല് വെള്ളപ്പാടുണ്ടാവും. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു ശരിക്കും ഉണ്ടാവും. അപ്പൊ ഈ തവളന്റെ ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിള്ളിച്ചക്കും ഇതിനൊക്കെ നല്ല മരുന്നാണ്. പക്ഷെ തവളർച്ചി പറഞ്ഞാൽ ആരും തിന്നൂലല്ലോ, അറപ്പല്ല എല്ലാവർക്കും. അതിലിത് പറയും ചേച്ചി വരിക. എന്നിട്ട് ഉമ്മാക്ക് കൊണ്ടേ കൊടുത്തു. ഇമ്മ അത് തിന്നോളി, ഇത് വിള്ളിച്ചക്ക് നല്ലതാണ് നിങ്ങളോട് തിന്നാൻ പറഞ്ഞിട്ടാണ്. ഇമ്മാക്കാണോ ഇനി കോഴി പൊരിച്ചിട്ടാലും എല്ലുന്നാണ്, ഇറച്ചി അവിടെ ഇട്ടാലും എല്ലുന്നാണ്. ഉമ്മാക്ക് അതിൻ്റെ ആളാണ്. അപ്പോൾ പ്രത്യേകം പറഞ്ഞു എല്ലുങ്ങൾ തിന്നരുത്, എല്ലുന്നാ വെള്ളിച്ചാണ്. അതിൽ ഉമ്മ നല്ല ഗൊസിയിൽ തിന്ന്, ഞങ്ങൾക്കൊന്നും കാട്ടിത്തരാതെ എല്ലാം തിന്ന് പള്ളർച്ച് തിന്ന്. പിന്നെ അത് കഴിഞ്ഞു. പിറ്റേന്ന് ചെറിയ അമ്മ കുഞ്ഞുട്ടി വന്നപ്പോൾ വന്നപ്പോൾ പറഞ്ഞു കുഞ്ഞുമജ തവളർച്ചി തിന്ന് അങ്ങനെ ഉണ്ടോ ചോദിച്ചു. അതിൽ പറഞ്ഞു തവളർച്ചിയോ, അത് കൊക്കിന്റെ ഇറച്ചിയല്ലേ പറഞ്ഞു. അല്ലേ തവളന്റെ ഇറച്ചി കൊടുത്ത ആ എല്ലും തിന്നിട്ടില്ലല്ലോ പറഞ്ഞു. അതിലുമ്മ തൊള്ളിയിൽ കജിട്ട് ഒക്കാരിച്ചെന്നേന്. പക്ഷേ അപ്പൊ അതാ പറഞ്ഞ അതിന്റെ തവളർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഈ ഇറച്ചി കേസിൽ. ഉമ്മാക്ക് പിന്നെ എന്തിട്ടാലും തിന്നു, അതാണ് പിന്നെ ഉള്ളത്. ഒന്നും നോക്കൂല, ഒരാൾ പറഞ്ഞാൽ മതി. അതായത് അർത്ഥ ജീവിക്ക് വരെ ചാകണ്ടിയിലേന്ന് തോന്നിനെ തീറ്റണം. ഓ പാവല്ലേ, ചെറിയ കുട്ടികളെ. അപ്പൊ എന്താ അതിന് ഓരോ ദിവസം അർത്ഥന്നൂടെ, ദേശീയ ഓരോ ദിവസമാണല്ലോ. ദേശത്തിന് അന്നെ കൊല്ലട്ടെ അയാളത്തെ കണ്ടിന് കുജുത്തി വെച്ചൊക്കെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞേ ഇപ്പൊ അവിടെ കുട്ടികളുണ്ടോ ചോദിച്ചേ. ഇല്ല, ഓലെ പേരെ കുട്ടികളാണ് എപ്പോഴും ജീവിച്ചിരിക്കണ്ടില്ലേ. തീർക്കണം. അപ്പൊ ആദ്യം നല്ല കുഞ്ഞു നമ്മളിലും വലിയ സൈക്കോ അതല്ല പാവല്ലേ, കുഞ്ഞു കുഞ്ഞു കുട്ടികളാക്കാരത്. അല്ല പിന്നെ വലിയ കുട്ടികളുണ്ടാവും. അതല്ലാന്നതേ അതിനത്രയും കുഞ്ഞു കുഞ്ഞു കുട്ടികളല്ല, വലിയറ്റങ്ങളെ പിന്നെ കുട്ടികളാറ് അല്ലേ. ഇബ്രാഹിമിനെ അപ്പുറത്തേക്ക് ചെറിയത്, കാരണം ഇബ്രാഹിമിനെ മനസ്സിലായി. ഒരു മണി കഴിഞ്ഞുന്നാ. സമയം എത്രയായി? 12:50. ആ കുട്ടിനെ കൊടുത്തളാ. ഇങ്ങോട്ട് കൊണ്ട ഇതിനെങ്ങനെ വെച്ചിട്ടോ ഈ ഡ്രസ്സിലല്ലേ പൈക്കാച്ചാവും. അതിലൊന്നും എടുക്കണ്ട കേട്ടോ, അതിലൊന്നും ഫോട്ടോ എടുക്കണ്ട കേട്ടോ. രമണിയും എൻ്റെ ജമിനിയൊക്കെ പാടണ്ടല്ലോ ഗായ്സ്. കുഞ്ഞോൾ ഇന്നലെ ജമിനിയിലൊരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞോൾ ട്രൗസറൊക്കെ ഇട്ടാണ്.
എന്നിട്ട് ഞാൻ പറഞ്ഞു മേലാലത് ഉപയോഗിച്ചാൽ സുഖാണല്ലോ എന്ത് ട്രൗസർ ഇടാത്തന്നെ ഇട്ട മതിയാവൂലേ അതന്നെ പറഞ്ഞത്. അതല്ല കുഞ്ഞോളെ ജമനിയിൽ ഇട്ടാൽ എട്ട ട്രൗസർ ഊരാനോ അറിയും ജമനിക്ക്. ആ കുഞ്ഞോളുണ്ട് ഇന്നലെ ജെമിനിയില് ട്രൗസർ എന്നിട്ട് എന്തൊക്കെയാ ട്രൗസർ ആണ് ടീഷർട്ട് ഇറങ്ങാണ്ടിട്ട് ട്രൗസർ ടീഷർട്ട് അതേപോലെ ഇപ്പോൾ ഇഞ്ച ട്രൗസർ ഒക്കെ റിമൂവ് ചെയ്ത് കണ്ടൊക്കെ ഫോട്ടോ കാണാൻ പൂതിയായിട്ടേ അതല്ലേ കാക്കൂനെ കാണാൻ പൂതിയായിട്ട് കുഞ്ഞോക്കെ എങ്ങനെ തച്ചല്ലാതെ പൂതിയായിട്ട് എഴുതിച്ച് കണ്ടിട്ട് കാക്കൂനെ ചങ്ങായില്ലേ കുഞ്ഞോൾ ഡ്രസ് ചേഞ്ച് ആക്കിയത് ശരിക്കും ഈ ഫോട്ടോ ആണത്. അത് ഇത് കുഞ്ഞോളാണ് ആരെങ്കിലും പറയുക ചെങ്ങായി പോത്ത് ഷാജാനോ ഷാജാറിന്റെ ദസ്സെഴുതി കളിച്ചാക്കട്ടോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റാ ഷാജാന്റെ പച്ചസാരി ജമിനിയ അല്ല ഞാനല്ലെങ്കിൽ ഇങ്ങനെ സാരി വേറെ അല്ലേഞ്ഞോ അപ്പം ആയിക്കോട്ടെ. ഈ ട്രിക്ക് ഞാനാ റാസിലാക്ക് പറഞ്ഞു കൊടുത്തത്. ഞാനാ മുക്കാ ട്രിക്ക് പറഞ്ഞു കൊടുത്തേ. ഏത് ഔട്ട്ഫിറ്റ് ചേഞ്ചിങ്ങിൻ്റെത് നമ്മള് ഏത് ഡ്രസ് അവിടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് ഡ്രസ് ബ്യൂട്ടിയിലെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അൻസിദാന്റെ തലേന്നും സൈക്കോപരമായി വരികയാണെങ്കിൽ ഒക്കെ എന്റെ തലേന്നാണ്. ചോട്ടാനി കുറ്റിപരമായിട്ടാണ് ഇന്റെ അടുത്തുനിന്ന് നിൽക്കാറ് കേട്ടോ. അത് നല്ലോണം ഓർമ്മയിൽ വെച്ച അത് എനിക്ക് തന്നെ അതിന്റെ ഓളെ ലെവലിക്ക് തന്നെ ആക്കി തരും കേട്ടോ. ഞാന് ഓളെ ലെവലിക്ക് ആക്കാനാണ് നോക്കണത് തന്നെ. അപ്പൊ ആ ലെവലിക്ക് ഞാൻ ആക്കി തരണ്ട്. ഓളെ ലെവൽ കൗൺസിലർ ഇഷ്ടല്ല അതല്ല ഓളെ ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ എനിക്ക് ആക്കി തരും. കുഞ്ഞുണ്ണിന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ എനിക്ക് ആക്കി തരും. അതുപോലെ 5000 എന്നില്ല 10,000 ആക്കി കൊടുക്കും. ട്രേഡിംഗ് മാർക്കറ്റ് ഇടയ്ക്ക് ഇവിടെ അപ്പൊ ആയിക്കോട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് ഉമ്മാനടുത്ത് പോയോക്കണം തറവാട്ടില്. ഓക്കെ അങ്ങനെ ഗൈസ് നോക്കാണേ എന്താ റാഷിദ ഈ ഫേസ് കാട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അത് ഭയങ്കര രസേക്കണേ. ടിഷയിൽ നിന്ന് രക്ഷപ്പെടണം പറഞ്ഞാണ്ടേ അമ്മ ഇക്ക ഞാൻ എനിക്ക് എന്തിനാ തന്നീനത്. ടിഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാണ്ടേ അങ്ങനെ കാട്ടാണ് ഇപ്പൊ. ടിഷക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. നടന്നാ മതി മുന്നിൽ കൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്റെ അടുത്തേക്കും വരും കുട്ടി. എന്തായാലും വരൂല. വന്നാൽ തന്നെ മൈൻഡ് ചെയ്യോ അതിന്. കുട്ടിക്ക് ബാപ്പയാണെന്നില്ല പോകാൻ കുട്ടിക്കല്ലോണം കണക്കില്ല. ഇത് മിക്കവാറും എന്റെ മുഖജന്നെ കേടെടുത്തിനടുത്തൊക്കെ പോവാണ് കേട്ടോ റാഷിദ. അങ്ങനെയൊന്നുമില്ല കണ്ടോ പാടെ വാരിപ്പ്. ഇത് ഏതാണ് MS-ന്റെതാ? അതല്ലേ ഓള് മകൻ തന്നത്. അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ ഞാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഓക്ക് ഇതില്ലാന്ന് പറഞ്ഞത്. സംഭവം അടിപൊളിയാട്ടോ. നല്ല തണുപ്പുണ്ടല്ലേ ഇട്ടിട്ട്. ഇഞ്ഞോടെ ഓളെ ഞാൻ എന്റെ മുഖത്തിട്ടപ്പോ ഇത്ര താത്തങ്ങൾ കണ്ണിന്റെ മേലൊക്കെ കെട്ടിക്കണേ. ഞാൻ പറഞ്ഞു തണുപ്പോണ്ട് അവിടെ കിട്ടതാണ് പറഞ്ഞു. അത് നല്ല റിസൾട്ട് ഉള്ളതാണ്. പക്ഷെ ഇതിന് മുന്നൊരു ഓയിൽ ഇടാണ്ട് ഇട്ടിക്കണോ? നോക്കിക്കണോ? ഇട്ട് കൊടുക്കണോ? കുളി കഴിഞ്ഞോ? അതിനിപ്പോ താത്തനോടാണ് കുട്ടികളെ കുളി കഴിഞ്ഞാല് ബാക്കിയിലെ പോലെ മേത്ത് കൂടെ ഒക്കെ തെച്ചാൽ മതി. ഇതാണോ എനിക്ക് പെഞ്ഞിപ്പോ അതിട്ടാല് നാച്ചുറലി പറ്റൂലേ? നിർബന്ധിച്ചാനാ ഞാൻ പിടിച്ചോ ക്യാമറ. ഗൈസ് അങ്ങനെ നമ്മളും മറ്റേ മഞ്ജുഷ്ടാദി മുൾട്ടാണി മിട്ടി. അതാ ഞാൻ ഈ കളർ കണ്ടപ്പോൾ ഓളോട് പറഞ്ഞേ നല്ലതാണ് അത് സ്കിന്നിന് പറഞ്ഞിരിക്കും. തറവാട്ടിലാണെന്ന് ഫുഡേ പോലെ അതിനെന്റെ തള്ള ഓരോന്ന് വാരി പൊത്തിയേക്കല്ലോ മൂത്ത്. ഞാൻ എങ്ങനെ അങ്ങനെ ആൾക്കാരെ അടിക്കൂടെ? എനിക്ക് ഇങ്ങനെ തറവാട്ടിക്ക് പോരാൻ ധൈര്യം ഉണ്ടോ? ഇല്ല. എന്ത് അതിന് അവിടെ ചോറ് വെച്ചിട്ടില്ല. അവിടെ പോയി നമ്മള് കച്ചറ ഉണ്ടാക്കിയിട്ട് നമ്മളെ പണ്ടത്തെ കണക്കിലുള്ള അരി ചോദിച്ചു വാങ്ങിയിട്ട് വേണം കിട്ടണമെങ്കിൽ. അപ്പൊ അവിടെ ചോറില്ല. മനോട് പറഞ്ഞിക്കണോ? ഇവിടെ ചില കിട്ടാണ്. ഇവിടെ തന്നെ അവിടുന്ന് മാട്ടല്ല പരിപാടിയാണ്. ഇവിടെ ചില കിട്ടാണ്ടിഞ്ഞ്
അതല്ല കുഞ്ഞോളെ ഇവിടെ ഏതായാലും നിങ്ങൾ ചോറും കൂട്ടാനും വെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് തറവാട്ടിൽ ഏതായാലും ഒരു ചോറ് ഞാൻ പോന്നപ്പോ ഊറ്റുണ്ട്. അപ്പൊ പിന്നെ അവിടെ പോയാൽ മതിയാലോ. ഗൈസ് ഇന്ന് രാവിലെ നമ്മളിന്ന് ചോറ് വെക്കാത്ത എന്താ വെച്ചാൽ ഇന്ന് നമ്മള് സദ്യ കഴിക്കാനുള്ള പരിപാടി അല്ലേ. അത് പിന്നെ എല്ലാരും ഉണ്ടായപ്പോ പിന്നെ വേണ്ട വെച്ചു. ഒരാൾക്ക് 150 റുപ്യാണെന്ന് പറഞ്ഞാണ്ടോനെ. അതിന് പകരം നമുക്ക് തറവാട്ടിക്ക് വിളിച്ച് പറയും ചോറ് തീരുമാനങ്ങളാ ഒക്കെ ഞാൻ അപ്പ എന്താച്ചാ കാട്ടിക്കോളും പറഞ്ഞു. എന്ത് ഞാനേ സദ്യക്ക് കാക്കു സമ്മതിച്ചേക്ക് ഞാൻ കാക്കുവിനോട് പറഞ്ഞേ തറവാട്ടിക്കും കൂടി വിളിച്ച് പറഞ്ഞോളേ എല്ലാവർക്കും പോകാറിഞ്ഞേ. അപ്പൊ എന്നോട് പറഞ്ഞ അതൊക്കെ ഞാൻ കാട്ടിക്കോളും. ഓനെ കാട്ടില്ലേ ഇപ്പൊ സദ്യയിലെ ചോറിലൊന്നുമില്ലല്ലോ. അതന്നെ പട്ടിണി എടുക്കേണ്ടി വരും. ഇതിപ്പോ ഞാൻ കുഞ്ഞോളെ പറഞ്ഞേ കുറച്ച് കഞ്ഞിയും പടഞ്ഞ് തറവാട്ടിന് ചോറില്ലെങ്കിലോ കഞ്ഞിയും പെട്ടിക്കണേ കുട്ടിയാക്ക് മാത്രം. സത്യം പറഞ്ഞപ്പോ ഇവിടത്തന്നെ മീ കണ്ടക്കായോ കണ്ടൊക്കെ കണ്ണലൊന്നുമില്ല. ഞാൻ എനിക്കവിടെ കല്യാണ്ടെന്ന് മോഹിക്കന്നെ കല്യാണം. അതുകൊണ്ട് ഹോസ്പിറ്റലല്ലേ അവിടെ ഒഴിവാക്കിയതിന് കല്യാണം സനൂപിന്റെ കോയാക്കാന്റെ അല്ല പിന്നെ കോയാക്കാന്റെ സെജില് സനൂബ് അതിൽ സനൂബിന്റെ കല്യാണം സജിലിന്റെ കല്യാണം നിക്കാഹ് കഴിഞ്ഞില്ലേ നാളെ. കോയാക്കാരനെ നമ്മളെ ഉദ്ഘാടനത്തിന്റെ നീനില്ലേ കണ്ടത്തിന്റെ മൈക്കാട് വെച്ച് നോക്കാം. മതി 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 മതി. ഓ ഇതല്ലേ വെളുക്കാൻ തേക്കണല്ല മാള ആദ്യം മനസ്സിലാക്കി. ഇത് സ്കിന്നിന്റെ ഗ്ലോ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ചെയ്യണതാണ്. ഞാനൊക്കെ വെളുത്തിട്ടേ ഇപ്പൊ നിറയില്ലേ പൊയ്ക്കണെന്ന് അറിയിച്ചു. അപ്പൊ ഞാൻ പഴയ സ്കിന്നിനെ നിങ്ങോട്ട് കിട്ടാൻ വേണ്ടി വീണ്ടും എടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ്. മതി നിർത്തിക്കളാട്ടോ. സബ്സ്ക്രൈബേഴ്സേ ഞാനങ്ങോട്ട് എന്തിനാണ് ഇതൊക്കെ തേച്ചിക്കണെന്നൊക്കെ ചോദിച്ചാൽ ചൂടായി. മുഴുവൻ തേച്ചും കണ്ട മുഖം ടെരപ്പാക്കിയാളാന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് ഇതാക്കുന്ന ഇവിടെ എല്ലാരും കൂടിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ ബ്രോസ്റ്റ് ഒക്കെയാണ്. വിനായക കണ്ടത് വിനായക നോക്കാൻ വിനായക കാണിച്ചു കൊടുത്ത് വിനായക തീക്കാൻ കണ്ട തൂങ്ങിയൊക്കെ നിൽക്കണോ എന്നാ തിന്ന്. സ്പൈസി ബ്രോസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ നല്ല സ്പൈസി ബ്രോസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ ലൈവ് യൂട്യൂബിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇവിടെ നമ്മുടെ യൂട്യൂബ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ലൈവ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാക്കുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ബ്ലോഗ് എന്നൊക്കെ ഉണ്ടല്ലോ ഷോർട്സ് അതിന്റെ പുറത്ത് ലൈവിൽ ബട്ടൺ നിൽക്കാനുണ്ടോ. അപ്പൊ ഗൈസ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലൈബ്രറിയിലോട് ഞാനൊരു വർത്തനം പറയട്ടെ. ലൈബ്രറിയിൽ ഗൈസ് അപ്പൊ നമ്മളിത് അപ്പൊ ലൈബ്രറിയിലോട് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ നാളത്തേക്കുള്ള ബ്ലോഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഉണ്ടെങ്കിൽ തോട്ടക്ക് മീൻ പിടിച്ചാൽ പോയി മുന്നിമുത്തി കൂടെ അതല്ല അത് കഴിഞ്ഞിട്ട് വേറൊരു മീൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. ഉമ്മാന്റെ തേങ്ങ ആശയൊക്കെ പാടെ കൂടി. അപ്പൊ ആ ഒന്ന് കണ്ടു നോക്കണോട്ടോ. ലൈവ് കഴിഞ്ഞോട്ടെ നമ്മൾ എന്ത് ചെയ്യാം വണ്ടിക്കൂടി കഴിഞ്ഞിട്ട് ലൈവിക്ക് ബ്ലോഗ് കാണാൻ നോക്കുന്നത്. ഓക്കെ നാളെ ലൈവില് കമന്റൊക്കെ ഉണ്ടാവും. നാളത്തെ വീഡിയോയിൽ നാളെ 2 മണിക്ക് വരും നമ്മുടെ വീഡിയോ. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ് ബ്ലോഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കമന്റില് ഇതാണ് ഇവിടുത്തെ ലൈവിന്റെ അവസ്ഥ. ലൈവിൽ ഇതാക്കണ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഫുള്ള് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നാളത്തെ വീഡിയോയിൽ വരും കേട്ടോ. നിങ്ങളെ കമന്റ്സ് ഒക്കെ നല്ല നല്ല കമന്റ്സ് ഒക്കെ എന്നല്ല വെള്ളമാണ് പെങ്ങന്മാരുടെ വീട് എവിടെയാണോ എന്റെ മണ്ണൂരാണ്. എന്റെ വീട് ഇടവണ്ണ തന്നെ. അതിന്
പെങ്ങന്മാരുടെ വീട് എവിടെയാണ് കുത്തിയോ അതുപോലെ തന്നെ പാത്രം പൊട്ടിച്ചോ? മൈക്ക് വെക്കണം. നിങ്ങൾ ഈ സൗണ്ട് പല ആൾക്കാരും വർത്താനം പറയുമ്പോ സൗണ്ട് ക്ലിയർ അല്ല. അടുക്കളയിൽ കൊണ്ടുപോയി എന്ത് ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി സ്വകാര്യം പറയുമ്പോൾ പക്ഷേ ബൈക്കിൽ കൊണ്ടുപോയത് സോനു കണ്ടിട്ടോ അവിടെ? സോനാണ് നമ്മളെ ക്യാമറമാൻ. കാരണം മൈക്കല്ലാത്തോണ്ട് സെറ്റപ്പ് അല്ലേ? അവിടെ പോയി കഴിക്കോ? എരില്ലാത്തതോ? വലിയവർക്കാണ് ഇതേ. ഇനി ബ്രോസ്റ്റൊന്നുമില്ല. പോയി കൈ കഴിക്കോ മതി. ഇനി ചോറുന്നാ ഒക്കെ പാടെ തിന്നാല് വയറ് വേദനിക്കുള്ളൂ. കൈയ്ക്ക് പോയിട്ട് കൈയ്ക്ക് എനിക്കത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നതുകൊണ്ട് നാളെ പരീക്ഷയാണ്. നാളെ മദ്രസയിലെ എക്സാമാണ്. പക്ഷെ അതിന് നാളെ ട്രിപ്പില്ലേ? നാളെ വരും. എക്സാം കഴിഞ്ഞ് മക്കളെ സ്കൂളിൽ രാത്രിയോ? അവിടെ നേരെ വയനാട് പോവാ? വയനാട് പോകുമ്പോ ട്രാൻസ്ഫോർമേഷൻ ചാർജ് വാങ്ങൂലേ? ട്രാൻസ്പോർട്ടേഷൻ കിട്ടുവോ? ഗൈസ് ചിഞ്ചു ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ടോ. എന്ത് അത് ക്ലിയർ ആയിട്ടൊന്ന് പറയണം. ഞാൻ അതിന്റെ കട്ടിങ് എടുത്താണ്ട് നിങ്ങൾക്ക് റീൽസ് ആക്കി ഇടാം. ക്യാമറ വീഡിയോ കയറാം. അതും അഫോർഡബിൾ റേറ്റിലാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. മീൻസ് പാവങ്ങളും തിളങ്ങട്ടെ, പാവങ്ങൾക്കും വേണ്ടേ. അതായത് എല്ലാവർക്കും ഹൈ എൻഡ് എന്താ പറയാ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ മാറ്റാനേക്കാൾ കൂടി. അങ്ങനെ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ലൈവ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ലൈവിൽ അഴിഞ്ഞാടിയല്ല നിറഞ്ഞാടി മൂക്കുത്തി പെങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഐഷുമ ഉണ്ടായിരുന്നു. ഐഷുമ എങ്ങനെയുണ്ട് ഇന്നത്തെ ലൈവ്? അതിന് നിങ്ങൾക്ക് അധികം പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലേ? ഇല്ലല്ലോ. മക്കൾക്ക് പിന്നെ തിന്നാൻ കൊടുക്കേനി. ആ അപ്പൊ ഉമ്മാന്റെ ഇതാന്ന് പറഞ്ഞാല് ഉമ്മ എല്ലായിടത്തും ഇല്ല ഉമ്മാരെ മാതിരി തന്നെയാണ് ഈ ഉമ്മയും. അല്ല ഈ ഉമ്മക്കായിട്ട് വേറെ വലിയ പ്രത്യേകതകളൊന്നുമില്ല. എല്ലാ അമ്മമാരും കാട്ടണ മാതിരി തന്നെ. അതായത് മക്കൾ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ഉമ്മാര് കുട്ടികളെ നോക്കലും ഫുഡ് കൊടുക്കലും ഒക്കെ ആയിട്ട് അല്ലേ? അല്ലാതെ ആ ഉമ്മ അതിപ്പോ ഉമ്മാന്റെ ഒരു പ്രത്യേകതയൊന്നുമല്ല, എല്ലാവർക്കും ഇല്ല തന്നെയാണ്. ഓക്കെ അല്ലേ? പുകയത്തിയൊക്കെയാണ്. മാണോ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞു? ഇജ്ജ് തിന്നിട്ടില്ലേ ബ്രോസ്റ്റ്? അന്ന് ഞാൻ അവിടെ കൊണ്ടുവച്ചോളാം. ഞോൽക്ക് മാണ്ടിയൊക്കെ തിന്നിട്ടേ ഞങ്ങൾക്കൊന്നുമില്ല, അനക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. ഇവിടെ ഇരിക്കണോൽക്ക് ഇല്ലാന്ന് പറഞ്ഞു. എന്താ ഞാൻ പക്ഷെ അവന്റെ മാന്യനാണ് അവൻ. മാണെന്ന് വെച്ചേ പകുതി മുഴുവനും തിന്നിട്ട് എങ്ങനെ അവിടെ ഇരുന്ന് മുണ്ടാതെ തിന്നായിക്കാരം. അപ്പോഴാണ് നമ്മളെ നാളെ നമുക്ക് ഒരു 4 ഫുള്ളാണ് വാങ്ങാം. നാളെ നമ്മളൊരു ആടിനെ ചുട്ടാലോ? വീഡിയോക്കും വേണ്ടി കാണിച്ചു. ഞാൻ ഒന്നും പറയാല്ല. ആടിനെ ചുടണം ഞാൻ. നാളെ ആടിനെ ചുട്ടാലോ? അത് കൊറേ ആയില്ലടാ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് റിസോർട്ടിൽ ചൂടാനുള്ള സെറ്റപ്പ് ഉണ്ടാവോ? ആടിനൊന്നും ചൂടണ്ട. ആടിനൊന്നും ആർക്കും പറ്റൂല. ആ ഇങ്ങള് പറ്റാത്തോല് ഇതായിക്കോളി. പോയി ചൂടാ മക ആട് പറ്റൂല? നിങ്ങള് തിന്നൂല ആട്? കഴിക്കില്ലേ? എടി റഷക്ക് ലുലുവിന് ആട് പറ്റുമോ? വള്ളർച്ച തിന്നോ? ഇജ്ജ് തിന്നോ? ഫിദ തിന്നോ? ആട് തിന്നോ? ഇജ്ജ് തിന്നോ? കൊള്ളുന്നോ? കാട്ടുള്ള ടീം ആട് തിന്നു. കല്ലാമൂല നമ്മളെ ഇവിടുത്തെ അതല്ല ഫിദ നമ്മളവിടുത്തെ നാസറാക്കാനായിട്ട്. നാസറാക്ക കല്യാണത്തിന് പോയാല് അതായത് ബീഫ് ബിരിയാണി ഒക്കെ തിന്നാൻ പൂതി വെച്ചാണ്ട് കാര്യം പോയേക്ക. പക്ഷെ ഇങ്ങനെ ഇരിക്കണീന് മുന്നേ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മൂപ്പരൊക്കെ നാസറാക്ക അതിന് ബീഫ് കൂട്ടൂല പറഞ്ഞാല് പിന്നെ മൂപ്പര് കൂട്ടൂല, പിന്നെ മൂപ്പര് അത് തിന്നൂല, പിന്നെ മൂപ്പര് മുട്ടക്കറി ഉണ്ടോന്നൊക്കെ ചോദിച്ചു. കാരണം പൂതി ഉണ്ടാവും തിന്നാന്. പക്ഷെ
ഇതൊക്കെ ആടിനെ തിന്നാൻ അറിയില്ല, വളർത്താൻ അറിയും. ഓള് ആടിനെ 5-6 ആടിനെ വളർത്തും. ആട് പൂച്ച. അതുകൊണ്ടാണ് എനിക്ക് ആട് പറ്റാത്തത്. അതുകൊണ്ടാ പറ്റാത്തത്. നമ്മള് ആടിനെ അറുത്തുകാണ്ട് നമ്മളെ ആടിനെ അറുത്തുകാണ്ട് മഞ്ചിങ്ങാണ്ട് കൊണ്ടുപോയിനിയല്ലോ, അന്ന് ഞാൻ തൊട്ടിട്ടില്ലല്ലോ. അതോടുകൂടിയാണ് ആടിന്റെ. നമുക്ക് തോന്നിയൊരു കാര്യം ചെയ്യാം, നമുക്ക് ആട് തിന്നണോൽക്ക് നമുക്ക് ആടിന്റെ ഒരു 2 കുറക് സ്വിച്ചാരയിൽ നിക്കിന്. പിന്നെ അത് ഇപ്പോഴും ഉണ്ടോ നോക്കാം, അത് ഓഫ് ആയിട്ടില്ല, നോക്കാം. ഓഫായില്ലേ? ഇപ്പല്ലോ. ആ ഓക്കെ. അതെ, ഞങ്ങൾ എന്തെങ്കിലും ഇട്ടോണ്ട് കേട്ടോ. എന്റെ കൈമ കളിച്ചാൽ കഴിഞ്ഞാൻ പൊട്ടും, പറഞ്ഞുതരാം. ആര് ആരൊക്കെയാടാ തിരിച്ചിന്? പാടുണ്ടോ? എന്നോട് ചോദിച്ച പാടുണ്ടോ? അങ്ങനെ പാടില്ല കേട്ടോ, ഒരിക്കലും പാടില്ല കേട്ടാ. ചെയ്യരുത്. അനക്ക് എന്തെങ്കിലും തിന്നാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാം. അത് ഇതെന്തിനാണ് ബന്ധം? ആവശ്യമില്ലാത്ത ഇവിടെ എന്തിനാണ് വലിക്കുന്നത്? അതൊന്നല്ലത് ഉമ്മാന്റെ കുട്ടി. അത് ഞാനിപ്പോ നോക്കാച്ച് ഇങ്ങോട്ടൊക്കെ ഇങ്ങക്കൊക്കെ ഞാൻ ഈ 2 തന്നിട്ട് ഇപ്പൊ ഈ 2 കൊടുത്ത ഐറ്റങ്ങൾ തിന്നൂല ഇറങ്ങാണ്ട് വാരി വലിച്ചിട്ടും ഇറങ്ങാണ്ട് ചീത്ത എത്രയും നിലത്ത് കൂടെ ഒക്കെ ഇട്ടിക്കണ് നിങ്ങള് കഷ്ണം തുപ്പിയാണ്ട്. ഇന്നിട്ട് പോരാത്തപ്പോ ഞാൻ ഇന്ന് ഒന്നെടുത്തച്ചാ അത് നിങ്ങൾ തിന്നാലോ? അപ്പച്ചിക്ക് എടുത്തച്ചേനെ എനിക്ക് വേണ്ട. എന്നാ പിന്നെ തിന്നോട്ടെ. അല്ല തിന്നണല്ല, പക്ഷെ പറയാ ചോദിച്ചാതെ എടുക്കാൻ പാടില്ല. റൂമിൽ കൊണ്ടെടുത്തേ തോലോ എന്തോ ആയിക്കോട്ടെ, അതല്ലേ അത് തോലല്ലേ, എന്തോ ആയിക്കോട്ടെ. ചോദിച്ചാതെ ഫുഡ് എടുക്കാൻ പാടില്ല. ചോദിച്ചാലും തിന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കരുത്, മനസ്സിലായോ? ഗൈസ്, ഞങ്ങളൊക്കെ ഇവിടെ ഫുഡിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. ഞങ്ങളോട് കഴിച്ചാൽ നിൽക്കണ്ട. റോസ്റ്റ് പീസ് അണ്ണാക്കൊക്കെ തിരികും, കാരണം ഇവിടെ ഇല്ലാത്തോണ്ടാണ്. ഇതെന്താ വെച്ചാലേ ഇന്നിപ്പോ ഇവിടെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാല് 3 ഫുൾ ഓർഡർ ചെയ്തു. അപ്പൊ 2 ഫുള്ളാണ് ഫസ്റ്റ് ഓർഡർ ചെയ്ത്. പിന്നെ എനിക്ക് തന്നെ ഒരു ഡൗട്ട്, ഇത് തികയില്ല. അതിൽ ഞാൻ 3 ആക്കി. 3 കൊണ്ടുവന്നപ്പോ ഇമ്മ അതിന്റെ ഇടയിൽ പറയണ്ടേ, എത്തിനാ 3 ഒക്കെ ചോറുണ്ടല്ലോ. ഉമ്മ പറഞ്ഞേ 3 വേണ്ടാന്ന് പറഞ്ഞേ. 2 തികയൂല ഞാൻ നിങ്ങളോട് ചോദിച്ചിനി. ഞാന് 2 ഫുള്ള് തികയോന്ന് ചോദിച്ചു. മക്കളൊക്കെ പിന്നെ രാത്രിയിലെ വന്നതേ. 5 രാത്രിയല്ലേ വന്നത്. പിന്നെ നിങ്ങൾ അപ്പൊ പറയണം ഒരു ഫുള്ളും കൂടി ഓലെപ്പഴാ വന്നത്. പിന്നെ ഇബലൊക്കെ ഇവിടെ ഉച്ചക്ക് തന്നെ ഉണ്ട്, വൈകുന്നേരം തന്നെ അല്ലേ നിങ്ങള്? ഇബള് മാത്രമേ ഉള്ളൂ നേരം വൈകി അന്ന്. ഇബലൊക്കെ രാവിലത്തെ ഉച്ചക്ക് തന്നെ ഉണ്ട്. ഉച്ചക്ക് നിങ്ങൾ പിന്നെ പോയിനിയോ? നീ അമ്മക്കേ അതല്ല, ഇതിലാർക്കാണ് ബ്രോസ്റ്റ് പള്ളർച്ച് കിട്ടാത്തത്? ആർക്കാണ്? ആർക്കുമില്ല. ലുലു കിട്ടി. ഫിദ അവിടെ അവിടെ അച്ചു പോയിക്ക. ഞാൻ പറഞ്ഞ ടിവിന്റെ അടുത്ത് ഇങ്ങനെ വലുത്താൻ നിൽക്കരുത് കേട്ടോ. തലയൊക്കെ പോയി കാണുന്നു, തലയൊക്കെ മാറ്റി പോയിക്ക. പണ്ടത്തെ കാലാണെങ്കിൽ അതിനൊക്കെ പൂജ അതിന് കിട്ടിയെങ്കിൽ അവിടെ വെച്ച് പോണായി ഒരട്ട പറഞ്ഞാണ്ടല്ല, ആ സാധനം ടീമിൽ തട്ടിയ ടീമിന്റെ ചില്ലട പൊട്ടും. പണ്ടത്തെ കാലാണെങ്കിലേ ഇങ്ങനെയൊക്കെ ഒരു പീസ് കിട്ടിയെങ്കിൽ കരുതും. ഇപ്പോഴും അതേപോലെ തന്നെ, ഒരു മാറ്റമല്ല. പണ്ടത്തെ കാലൊക്കെ നമുക്ക് ബ്രോസ്റ്റിന് ഒരു പീസ് കിട്ടിയെങ്കിൽ ചെയ്തു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ, ഒരു പീസ് കിട്ടി. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്തിപ്പ എന്ത് പൂതിണ്ടെങ്കിൽ ഞാൻ തിന്നും. അപ്പൊ ഗൈസ്, പിന്നെ നമ്മള് 3 ഫുള്ള് വാങ്ങി. അതില് പിന്നെ ആള് കൂടി കണ്ടപ്പോ തികയില്ലാന്ന് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫുള്ളും കൂടി വാങ്ങാൻ വേണ്ടിട്ട് വിളിച്ചു. പക്ഷെ അപ്പോഴത്തേന് 11 മണിയായി, കാരണം ഇവിടെ ലൈവ് കുറച്ച് ക്ലോസ് ചെയ്ത് കുറച്ച് അപ്പോഴത്തേനും കട അടച്ചു പോയി. അപ്പൊ ഞങ്ങൾ അതിന് പകരം വീട്ടാൻ നാളെ ഞങ്ങൾ എന്ത് ചെയ്യും, നാളെ നമ്മള് ആടിനെ ചുടാനുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ചിക്കൻ ചുടാ പറ്റൂലേ? ഓക്കെ, അപ്പൊ നാളെ നമ്മൾ ചിക്കൻ ചുടാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ എല്ലാരും റെഡി ആയി. ആടിന് മതിയോ? അപ്പൊ ആടിനെ ചുട അല്ലെ ചിക്കൻ പൊരിച്ച ചുട എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ എല്ലാവരും പല്ലൊക്കെ തേച്ച് റെഡി ആയി നിന്നോളി. ഓക്കെ, ഞങ്ങൾ ചിക്കൻ തിന്നുന്നത് കാണാം. ഓക്കെ ഗായ്സ്.